KPCCയുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് സണ്ണി ജോസഫിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പണിയല്ലേ ടി കെ ഗോവിന്ദൻ മാഷ് ചെയ്തത്? അപ്പൊ UDFന്റെ പിന്തുണ തേടിയ ഉടനെ തന്നെ UDFനും അതിന്റെ നേതൃത്വത്തിനും വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ജോലിയല്ലേ ടി കെ ഗോവിന്ദൻ മാഷ് ചെയ്തിട്ടുള്ളത്? അതിനുവേണ്ടിയല്ലേ അങ്ങനെ ഒരു പ്രചരണം നടത്തിയത്? ഇപ്പൊ സഖാവ് TI മസൂദന്റെ സ്ഥാനാർത്ഥിത്വം നുണപ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. പാർട്ടി ചർച്ച ചെയ്ത് കണ്ടു. എന്താണ് തെറ്റ്? പാർട്ടി കണ്ടെന്താ? സമയബന്ധിതമായി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ടി കെ ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് വിശദമായ പരിശോധന നടത്തി നിലപാടെടുക്കുന്നു. ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ നിലപാട് പാർട്ടിക്കകത്ത് പോയിട്ട് വിശദീകരിക്കുന്നു. അങ്ങനെയുള്ള ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയമായി UDFുമായി ഒത്തുകളിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ UDFന് പറ്റുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മസൂദന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും നേരത്തെ അദ്ദേഹം പാർട്ടിക്കകത്തും പുറത്തും സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. ഇപ്പൊ ആരെങ്കിലും ഒരാൾ തെറ്റായ ഒരു പ്രചരണം ഒരു പാർട്ടി നേതാവിനെതിരായിട്ട് നടത്തിയാൽ ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുക. ആ പ്രചരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അതിന്റെ മുന്നിൽ കീഴടങ്ങുന്ന സമീപനമല്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ CPIM-ൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ടി.കെ. ഗോവിന്ദനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ വിവരം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് അറിയിച്ചത്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. തളിപ്പറമ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന PK ശ്യാമളയെ നിശ്ചയിച്ചതിനെതിരെ ടി.കെ. ഗോവിന്ദൻ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ശ്യാമളയ്ക്ക് പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതാണ് പാർട്ടിയെ പ്രകോപിപ്പിച്ചത്. ഇത് കടുത്ത സംഘടനാവിരുദ്ധ പ്രവർത്തനമാണെന്നും സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം കോൺഗ്രസുമായി ചേർന്ന് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും കെ രാഗേഷ് കുറ്റപ്പെടുത്തി. അധികാരമോഹം തലക്ക് പിടിച്ച് പാർലമെന്ററി അവസരവാദ നിലപാട് സ്വീകരിച്ച് എതിരാളികളുമായി ഒത്തുകളിച്ച് പാർട്ടിക്കെതിരായിട്ട് രംഗത്ത് വരുന്ന ടി കെ ഗോവിന്ദൻ മാഷെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി കെ ഗോവിന്ദൻ മാഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നയത്തിനും തീരുമാനത്തിനും വിരുദ്ധമായി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും UDFന്റെ പിന്തുണ തേടുകയും ചെയ്യുമെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തത് തികഞ്ഞ സംഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗോവിന്ദൻ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥത്തെ ന്യായീകരിച്ച് രാഗേഷ് അവർക്ക് വിപുലമായ സംഘടനാ പ്രവർത്തന പരിചയമുണ്ടെന്നും പാർട്ടി കൂട്ടായ തീരുമാനപ്രകാരമാണ് അവരെ തിരഞ്ഞെടുത്തതെന്നും വ്യക്തമാക്കി. MV ഗോവിന്ദന്റെ ഭാര്യ എന്ന നിലയിലുള്ള ബന്ധുത്വമല്ല മാനദണ്ഡമെന്നും മുമ്പും നേതാക്കളുടെ ബന്ധുക്കൾ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർട്ടി കോട്ടയായ തളിപ്പറമ്പിൽ ഒരു മുതിർന്ന നേതാവ് തന്നെ വിമതനായി മാറുന്നത് CPM-ന് വലിയ വെല്ലുവിളിയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വോട്ട് വിഹിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് അണികൾ. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നവർക്ക് സ്ഥാനമില്ലെന്ന കർശന സന്ദേശമാണ് ടി.കെ. ഗോവിന്ദനെ പുറത്താക്കിയതിലൂടെ CPIM നൽകുന്നത്.